എന്റെ അമ്മേ. ഇവിടെ ആരുമില്ലേ? എപ്പ വന്നാലും ഇങ്ങനെ തന്നെ കാലിയായി കിടക്കുന്നതാണ്. ഈ വരവിനെങ്കിൽ ഈ മാവ് ഒന്ന് കബൂലായി കിട്ടിയാൽ മതി. ഇതുകൊണ്ടേ ഞാൻ പോവും. കൊറേ കാലായാലോ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. വല്ലതും നടക്കോ? ഞാൻ എന്റെ പിന്നാലെ അല്ലല്ലോ നടക്കണേ, മാവിന്റെ പിന്നാലെ അല്ല നടക്കണേ. അതെന്തിയാ പറയണേ? ഈ പണ്ടാരം ഇങ്ങനെ നിക്കണ കാരണം ഇതിപ്പോ മൂന്നാമത്തെ തവണ മിച്ചടിക്കണ. ഉടനെങ്ങാനൊന്ന് വെട്ടിക്കൊണ്ട് പോവോ? നീ അടങ്ങ്, ഞാൻ വെട്ടിത്തരാ. വിലയിലൊന്ന് ഉറക്കട്ടെ. എന്താടി ഇവിടെ ഒരു പഞ്ചാര? നിനക്ക് കിന്നരിക്കാൻ ഈ കളവിനെ കിട്ടിയുള്ളൂ. പോടി. തന്നു വന്നിപ്പോ പെമ്പിളർക്ക് പ്രായവും നോട്ടല്ല രൂപവും നോട്ടമില്ല. തനിങ് വന്നേ. എന്താ ഈ പരിപാടി? അല്ല മേന്നെ, നമുക്ക് ഈ മാവിന്റെ കാര്യം വല്ലതും നടക്കുവോ? നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞി. എടോ, തുട്ട് തരാമെന്നുണ്ടെങ്കിൽ ഈ വീട് വരെ പൊളിച്ചു വെക്കാൻ ഞാൻ റെഡിയാ. പക്ഷെ സർവ്വ അധികാരങ്ങളും അച്ഛൻ കൊടുത്തിരിക്കുന്ന കുടുംബവക്കീല് ലാലിനല്ലേ. അയാൾക്കാണെങ്കിൽ കേസുമില്ല, കാര്യസ്ഥ പണിക്ക് സമയമില്ല. എപ്പോഴും വെപ്രാളല്ലേ വെപ്രാളം. അല്ല അത് പോട്ടെ, മാവ് വാങ്ങിത്തന്ന കമ്മീഷൻ കിട്ടും. അച്ഛന്റെ മാവ് മുറിക്കാൻ മോന് കമ്മീഷനോ? മാവ് വേണമെങ്കിൽ മതി. ശരി, ഏറ്റു. നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് കബൂലാക്കി തന്നാ മതി. എന്നാ വാ. മാവിന്റെ കാര്യം ഒന്ന് അങ്ങോട്ട് വാണ് മുട്ടതുപോലെ പായുന്നേ. മുത്തശ്ശനെ കണ്ടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അപ്പൊ നമ്മളെ മാവ് ചത്തിട്ട് പോരെ? ഇപ്പൊ എനിക്ക് സമയമില്ല. ചാവാനോ? അല്ല, തന്റെ കാര്യം നോക്കാൻ എനിക്ക് സമയമില്ല. താൻ പോയിട്ട് പിന്നെ വാ. വലട്ടം വാ. എന്നാ പോയപ്പോ അവിടെ ആരാ? എന്താ എന്താന്നോ കാണിച്ചു തരാൻ എന്താന്നുള്ളത്? അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ. ഏത് കാശ്? ഏത് കാശോ? അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക, എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ഇങ്ങനെ കേൾക്കണോ? ഈ അറാൻ മറന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പിക മേടിച്ചു. ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി. എടാ, ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണോ അവിടെ നടക്കുന്നത്? ഒരാൾ വന്ന് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചത് കാറ് മേടിച്ചോ കാപ്പിക്കൂട് മേടിച്ചോ പുള്ളാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ, പൈസ കാറ് മേടിച്ച് കോട്ട് തൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ, പൈസ തരാൻ അറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ, അടുത്ത ആഴ്ച എന്റെ മോളെ നിൽക്കാറാണ്. എനിക്ക് പൈസ കിട്ടണം. കൊറേ നമുക്ക് എന്റെ പൈസ. ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എം ഡി എടുത്ത് പറയൂ. ഏത് തട്ടി? എം ഡി അല്ല, എം ഡി, മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടെ? അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസ്ഥല് തണ്ടക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്നായിന്റെ മോനെ അവിടെ കൊല്ലാൻ പറഞ്ഞോണ്ടേ. കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയിലെങ്ങനെ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ്. പൊന്നാനിയില് പുഴങ്കരക്കാവില് വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടിയൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര വെച്ചാലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ഇത് ആരായി വരുന്നത്? മാവ് കാണുമ്പോഴാണ്. കൊറേ കാലായി നമ്മളങ്ങനെ നടത്തി കൊതിപ്പിക്കണേ. എന്തായാലും എന്റെ മോനെ ഇന്ന് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഇന്നത്തെ വരവ്. അല്ല, ഒന്നുകൂടി വാ. വക്കീലില്ല ഇവിടെ? വക്കീലിനെ വരെ അന്വേഷിക്കില്ലല്ലോ എന്റെ പണി. എന്താത്ര ചൂട്? എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് എന്താത്ര ചൂട് എന്ന് ചോദിക്കായിരുന്നു. വക്കീലേ, ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്താ പറഞ്ഞ? നാട്ടിൽ വേറെ മാവില്ലാഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങണേ. നിങ്ങൾ കാരണവരെ കൊണ്ട് ഒന്ന് ഒപ്പിടിച്ചായിരുന്നു. അതൊക്കെ വേണം. ഒരു അഗ്രിമെന്റ്. പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ. പെട്ടെന്ന് ആരെയും തട്ടിപ്പോയത് പറ്റിപ്പോവില്ലേ? ഇവിടുത്തെ 2 മണ്ടന്മാര് തട്ടിപ്പോയാലും ചന്ദന മുട്ടിക്കേ കത്തിക്കൂ. എന്നാലും ഒരു ഉറപ്പിന് ഇതൊരു അഡ്വാൻസ്. എന്നാ താൻ പോയി എന്താ വെച്ചാൽ എഴുതിക്കൊണ്ടാ ഒപ്പ്. അല്ല, ഞാനതൊക്കെ എഴുതി ക്ലിയർ ആക്കിട്ടല്ലേ വന്നേ. പോക്കറ്റ് വെച്ചോണ്ട് നിന്നാ മതി. എനിക്ക് തരണ്ടായോ? ഒപ്പ് ഓടിച്ചേരാ.
നിന്റെ 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് ഒന്ന് വിട് മോനെ. 1.25 ലക്ഷം ഉറുപ്പ്യ ഒന്ന് പോട്ടെ. വണ്ടി എടുത്ത് വേണം വാ. अरे उधर देखो मोटरसाइकिल लेके जा रहा है चलो കേറാൻ വേണ്ടി ആ മോട്ടോർ പോലെ വണ്ടിയിൽ പിടിക്കണം. കേറി അല്ലേ കേറി. എല്ലാത്തിനും കുത്തി വിളിച്ച് അവസാനം എനിക്ക് കയറാൻ സ്ഥലമില്ലാതെ സാരല്ല വിട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു 3-4 ആള് മതി. വിടുമാല വിട്. അതെ ആ ഇരുമ്പിന്റെ തൊപ്പിട്ട് പതിനെ ഇട്ടിച്ച് കൊണ്ടാളാ. ചെല്ലി പോ. ഈ കാറിന്റെ വിട്ടൂടി. अरे क्या बैठ गाड़ी किधर चला रहा है വണ്ടി വരെ കൊടുക്കാൻ തെണ്ടി ഉള്ളുക്ക പണ്ടാൻ चलाना ചാടിച്ചോളി. ചെല്ലി എങ്ങോട്ടാണ് വണ്ടി തിരിക്കണേ? മോനെ അങ്ങോട്ടല്ലേ മോനെ. വണ്ടി നിർത്തുന്നത് ആയില്ല മോനെ. എന്താ അവിടെ? ആരാ ആൽഫി ഇത്? എന്താ ഇയാള് പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ് ഏതാ ഈ പൂതം എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീരാനിക്ക 1.25 ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. അങ്ങനെ പറ എന്നോട് പറ. മനസ്സിലായ നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ അയാളുടെ വായിലിരിക്കണം. എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീരാനിക്ക പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വിഷമല്ല. മോളിലെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാനിക്ക പോയി കിടക്ക് പ്ലീസ്. പോയി കിടക്ക് വീരാനിക്ക, പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യ പേടി. എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ല് പൊട്ടി. ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ പൊയ്ക്കോളി. പന്നീന്റെ മോന് പനി ഉണ്ടാവും മാമ. മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? അതെ, അതെങ്ങനെ മനസ്സിലായി?